ഭാര്യയും 3 മക്കളുമുണ്ടായിട്ടും ഉപേക്ഷിക്കപ്പെട്ട 64 വയസ്സുകാരൻ മോഹന് അഭയമായി പത്തനാപുരം ഗാന്ധിഭവൻ. കുണ്ട്ര പെരുമ്പുഴ കല്ലിങ്കൽ ഭാഗത്ത് തകര ഷീറ്റ് മറച്ച ഷെഡിലാണ് പക്ഷാഘാതം ബാധിച്ച മോഹനെ ഗാന്ധിഭവൻ കണ്ടെത്തിയത്. ഒരു യാചകനേക്കാൾ മുഷിഞ്ഞ രൂപത്തിൽ അതിദയനീയാവസ്ഥയിൽ മഴയും മഞ്ഞുമേറ്റ് തകര ഷെഡിനുള്ളിൽ ദുരിതജീവിതം നയിക്കുകയായിരുന്നു ഈ വയോധികൻ. നാട്ടുകാർ നൽകുന്ന ഭക്ഷണമായിരുന്നു ഏകാശ്രയം. ഇടതുകൈയുടെ ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടതാണ്. മോഹനന്റെയും സഹോദരന്മാരുടെയും പേരിലുള്ള കുടുംബവകയായ ആളൊഴിഞ്ഞ പറമ്പിലെ ഒരു തകര ഷെഡിലാണ് കഴിഞ്ഞ നിരവധി നാളുകളായി മോഹനൻ കഴിഞ്ഞു വന്നത്. 3 മക്കളാണ് ഇദ്ദേഹത്തിനുണ്ടായിരുന്നത്. വെൽഡിംഗ് ജോലി ചെയ്തു വന്നിരുന്ന മോഹന് പക്ഷാഘാതം പിടിപെട്ട് ഒരു വശം തളർന്ന കിടപ്പിലായി. ഇതോടെ ഭാര്യയും മക്കളും ഇദ്ദേഹത്തെ ഉപേക്ഷിച്ചു. മോഹനന്റെ ജീവിതകഥ ഗാന്ധിഭവന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയത് മനുഷ്യാവകാശ പ്രവർത്തകനായ സാബു താഴുംപണയായിരുന്നു. തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന്റെ നിർദ്ദേശപ്രകാരം വൈസ് ചെയർമാൻ PS അമൽരാജിന്റെ നേതൃത്വത്തിലുള്ള സേവന പ്രവർത്തകർ സ്ഥലത്തെത്തി മോഹനെ ഏറ്റെടുക്കുകയായിരുന്നു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ ഓർഗനൈസേഷൻ്റെ പ്രമുഖ പ്രവർത്തകനായ ശ്രീ സാബു താഴാമ്പണയിൽ അറിയിച്ചതനുസരിച്ചാണ് ഞങ്ങളിന്ന് നെടുമ്പനയ്ക്ക് സമീപമുള്ള ഈ സ്ഥലത്തേക്ക് എത്തുന്നത്. അദ്ദേഹം 63 വയസ്സുള്ള മോഹനൻ എന്ന ഈ അച്ഛൻ്റെ ഒരു ദയനീയമായ ചിത്രം ഞങ്ങൾക്ക് അയച്ചു തന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് വരുമ്പോൾ അച്ഛൻ്റെ ഒരു ജീവിതകഥ വളരെ പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. ആയ കാലത്ത് നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കി അച്ഛനൊരു ശരീരം തളർന്ന ഒരവസ്ഥ വന്നപ്പോൾ വീട്ടുകാരെല്ലാം അച്ഛനെ ഉപേക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭാര്യയും മക്കളുമൊക്കെ സമീപത്ത് തന്നെ താമസമുണ്ട്. പക്ഷേ അച്ഛനിപ്പോൾ ഏതാണ്ട് 1 വർഷക്കാലമായിട്ട് ഇവിടെ ഒരു റബ്ബറും തോട്ടത്തിൽ ഒരു ഷെഡ്, ഒരു തകര ഷെഡിനുള്ളിൽ വളരെ പ്രയാസപ്പെട്ട നിലയിൽ കഴിയുകയാണ്. അപ്പോൾ ഇവിടെ വന്ന് കാണുമ്പോൾ അച്ഛൻ്റെ അവസ്ഥ ആരെയും വിഷമിപ്പിക്കുന്നതാണ്. കാരണം ഭക്ഷണമൊക്കെ സമീപവാസികളൊക്കെയാണ് കൊണ്ട് നൽകുന്നത്. വലിയൊരു പ്രയാസം അച്ഛനുണ്ട്. കാരണം നന്നായിട്ട് അധ്വാനിച്ച് കുടുംബം നോക്കിയിരുന്നു. തനിക്കൊരു ആരോഗ്യസ്ഥിതി മോശമായപ്പോഴല്ലേ, ശരീരം തളർന്നപ്പോൾ അവർ അച്ഛനെ അവഗണിച്ചു. ഒരു തകര ഷെഡിനുള്ളിൽ കഴിയേണ്ടി വന്ന ഒരു സാഹചര്യം. അപ്പോൾ എന്തായാലും ഈ അച്ഛനെ, മോഹനൻ എന്ന 63-കാരനായ അച്ഛനെ ഞങ്ങൾ പത്തനാപുരം ഗാന്ധിഭവനിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കാര്യം സാമ്പത്തിക പ്രശ്നം തന്നെ, വേറെ കാര്യമൊന്നുമില്ല. എന്താണ് സാമ്പത്തിക പ്രശ്നം? എന്താണ് സാമ്പത്തിക പ്രശ്നം എന്ന് പറഞ്ഞാൽ ജോലി ചെയ്ത് കിട്ടുന്നതിനല്ലേ കൊടുക്കാൻ പറ്റൂ. ഇപ്പോൾ ഒരു ദിവസം ജോലിക്ക് പോയി കഴിഞ്ഞാൽ 4 ദിവസം ശമ്പളം വേണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തുകൊണ്ട് കൊടുക്കും. മോഷണമൊന്നുമില്ല, എനിക്കറിയത്തുമില്ല, ചെയ്യത്തില്ല. എന്ത് ജോലിയായിരുന്നു ചെയ്തത്? ഞാൻ വെൽഡറാ. ഈ കൈക്ക് എന്ത് പറ്റിയായിരുന്നു? കൈക്ക് ഈ സ്റ്റോക്ക് വന്നപ്പോൾ അന്ന് മുതൽ വേണ്ടി ഞാൻ ഇരിക്കുക. വയ്യാതായപ്പോഴാണോ വീട്ടുകാർ? വയ്യാതായി. അന്നേരം ഞാൻ പെങ്ങളുടെ കൂടെ ആയിരുന്നു, സഹോദരിയുടെ കൂടെ ആയത്തിൽ. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടിലാരൊക്കെയെന്ന് പറയാം? വീട്ടിൽ ഭാര്യയും മോനും. മോൻ്റെ ഭാര്യ, അവന് വാടകയ്ക്ക് ഒരു കൊച്ചു ഇത്ര ഇല്ലെന്ന് പറയുന്നു. ഇതിൻ്റെ പകുതി എങ്ങാണ്ടേ ഉള്ളു. ഒരു വരാന്ത വാടക എടുത്ത് അതിൽ താമസിക്കുക. അപ്പോൾ അവർക്ക് എന്നെയും കൂടെ കൊണ്ടുപോയി അവിടെ കൊണ്ട് സംരക്ഷിക്കാൻ പറ്റത്തില്ല. ഇത് 1 ഏക്കർ ഞങ്ങളുടെ കുടുംബ വകയായിട്ട് കിടക്കുക. ഇത് ഇളയ സഹോദരി താമസിക്കുക. എൻ്റെ പേര് മോഹനൻ. എത്ര വയസ്സുണ്ട്? എനിക്കിപ്പോൾ 63 ആയിരുന്നു. കൈക്ക് മാത്രമേ അല്ലേ വയ്യാതെ? കൈക്ക്. പിന്നെ ഈ കാലിന് ഇച്ചിരി അതിനെ കുറവുണ്ട്. ഇടത്തെ സൈഡ്, അന്ന് ഇടത്തെ സൈഡിനായിരുന്നു കംപ്ലൈൻറ്റ് വന്നത്. ഞങ്ങൾ സംഘടനാ പ്രവർത്തകരും. എൻ്റെ പേര് ഹലീമ ബിബിയാണ്. ഞാൻ ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. അതുപോലെ ലീഗൽ സർവീസ് എന്ന സംഘടനയുടെ സ്റ്റേറ്റ് പ്രസിഡൻ്റാണ്. മോഹൻലാൽ എന്ന അച്ഛനെ നമ്മൾ ഗാന്ധി ഭവനിലേക്ക് യാത്ര അയക്കുകയാണ്. ഞങ്ങളെല്ലാം ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ, പള്ളിയിലെ അച്ഛൻ,
ബാക്കി നാട്ടുകാർ ബാക്കി എല്ലാ സഹോദരി സഹോദരങ്ങൾ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഞങ്ങൾ അച്ഛനെ ഗാന്ധി ഭവനിൽ ഇനി എന്താണ് ഫർദർ ആക്ഷൻസ്? ഞങ്ങളെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ സാറിൻ്റെ ഈ സ്വത്തിൻ്റെ ബഹർ മോഹന അച്ഛനും കൂടെ അവകാശപ്പെട്ടാണ്. ആ സ്വത്ത് സംഘടന ഇടപെട്ട് അറ്റാച്ച് ചെയ്യും. അതിൽ എന്നാണോ അമ്മയച്ഛൻ്റെയും മുതൽ മറ്റുള്ളവർ വരുമല്ല, അത് അച്ഛൻ്റെ സ്വത്ത് ഗാന്ധി ഭവനിക്ക് തന്നെ ഞങ്ങൾ കൊടുക്കുന്നതാണ്. മക്കൾക്ക് കൊടുക്കാൻ സംഘടന അനുവദിക്കത്തില്ല. പ്രായമായ അച്ഛനെ സുഖമില്ലാത്തപ്പോൾ ഒരു കൊട്ടിൽ കെട്ടി മക്കൾ ഉപേക്ഷിച്ചാണ്. അതുപോലെ സഹോദരങ്ങളും അതിൻ്റെ നിജസ്ഥിതി മനസ്സിലാക്കി കൊല്ലം ജില്ലാ പ്രസിഡൻറ്റ് സാബു താഴമ്പട സംഘടന അറിയിപ്പിക്കുകയും ഞങ്ങൾക്ക് ഇന്ന് ഈ പുണ്യ പ്രവൃത്തിക്ക് വരാൻ സാധിച്ചതും ഇവരെ എല്ലാ നാട്ടുകാരെയും എല്ലാം കാണാനും എല്ലാവരും ഞങ്ങളോട് സഹകരിച്ചു. അങ്ങനെ വളരെയേറെ നന്ദി അറിയിക്കുന്നു. പേര് രാജു. ഞാൻ 11-ാം വാർഡിലെ മെമ്പർ. ഇളമ്പള്ളൂർ ഗ്രാമപഞ്ചായത്ത് കല്ലിങ്ങൽ 11-ാം വാർഡിലെ മെമ്പറാണ്. ഈ പുള്ളി ഇവിടെ ഒരു 1.5 വർഷത്തോളമായി ഈ ഷെഡ് കെട്ടി കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞാനാണ് അവരടുത്ത് പറഞ്ഞത്, ഇവരുടെ വീട്ടുകാരടുത്ത് പറഞ്ഞൊരു നിങ്ങളൊരു 8 സെൻറ്റ് വസ്തുവിനോളം ഒന്ന് വളഞ്ഞ് അതിനകത്ത് നല്ലൊരു ഷെഡ് അടിച്ച് നിങ്ങൾ കുടുംബം മൊത്തം ഇവിടെ കിടക്കാനാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അവർ സുപ്രഭാതത്തിൽ അവർ ഒരു ടാർപ്പ കൊണ്ടുവന്ന് ഇവിടെ കെട്ടി പുള്ളിക്കാരനെ ഒരു സെറ്റിയും കൂടെ കൊണ്ടിട്ട് പുള്ളിക്കാരനെ മാത്രമേ ഇവിടെ കിടത്തിയുള്ളൂ. കിടത്തി നമ്മൾ പോലീസിനെ വിളിച്ച് കുണ്ട്ര പോലീസിനെ വിളിച്ച് കൊല്ലം 101 വിളിച്ച് അവിടുന്ന് പോലീസ് അവിടെ വന്ന് പുള്ളിക്കാരനെ കണ്ട് അങ്ങനെ ഇവരെ സ്റ്റേഷനിൽ മക്കളുമാരെ 2 പെൺമക്കളെയും മകനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് വൈഫിനെയും സ്റ്റേഷനിൽ വിളിപ്പിച്ച് അവർ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടുന്ന് എഴുതി വെച്ച് സ്റ്റേഷനിൽ നിന്ന് വന്നാണ് പുള്ളി ഇവിടെ കഴിഞ്ഞുകൂടി പോകുന്നത്. അങ്ങനെ പുള്ളിക്ക് ഇപ്പോൾ തീരെ വയ്യാത്ത ഒരു കണ്ടീഷനായി. അപ്പോൾ ഇവർ അയൽക്കാരൊക്കെ പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ ഇങ്ങനെ സാബു താഴാമ്പണ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് സംഘടനയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോഴ് ലാസ്റ്റ് മൊമെൻറ്റിൽ പുള്ളിയെ നമ്മളെ ഇതുപോലെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ നമ്മളെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇത് നിർവഹിച്ചു വരുന്നു. ഇതിനിടയിൽ ഞാൻ ഈ വ്യക്തി എൻ്റെ അയലത്തുകാരനാണ്. എനിക്ക് പക്ഷേ ഈ അവസ്ഥയിൽ കിടക്കുന്ന സത്യത്തിൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇത് ഏകദേശം 1 വർഷത്തിൽ കൂടുതലായി. ഈ വ്യക്തി എൻ്റെ വീട്ടിന് മുമ്പിൽ വരികയും ഞാൻ പല പ്രാവശ്യം മറ്റെടുത്തോ ഭിക്ഷക്കാരാണെന്ന് കരുതി ഞാൻ പലരും വിളിച്ചിട്ട് ആഹാരം കൊടുക്കുക എന്ന് പറയുകയും ഞാൻ സാറിന് എൻ്റെ വീട്ടിൽ മുന്നിൽ വരുന്നവർ അങ്ങനെ വ്യക്തികൾ ചെയ്യാറുണ്ട്. അങ്ങനെയൊരു വ്യക്തിയാണെന്ന് കരുതി ഞാനത് അറിയാതെ ഞാൻ പറഞ്ഞുപോയി. പിന്നീടാണ് ഞാൻ അന്വേഷണം അറിയുന്നത് ഇന്ന ആളാണെന്ന്. ഈ സംഭവം ഞാൻ ഈ സംഘടനയുടെ ചുമതല എടുത്തതിന് ശേഷമാണ് ഇവിടുത്തെ നാട്ടുകാരിൽ പലരും ഇതിൻ്റെ ആയിട്ട് എന്നോട് സംസാരിക്കുകയും ഈ വ്യക്തിയുടെ പരാതി ഈ നാട്ടുകാർ എല്ലാം കൂടെ കൂടി എനിക്ക് സംഘടനയ്ക്ക് മുമ്പിൽ നമ്മുടെ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയ്ക്ക് മുമ്പിൽ മാഡത്തിൻ്റെ അഡ്രസ്സിൽ അത് പോസ്റ്റ് ചെയ്യുകയും അതനുസരിച്ച് ഞാൻ അത് വന്ന് സന്ദർശിച്ച് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്ത് അതെന്നെ കളക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയുടെ പ്രസിഡൻറ്റിന് കൈമാറുകയും പ്രസിഡൻറ്റ് മുഖേന നമ്മൾ സംഘടനയുമായിട്ട് ആലോചിച്ചതിന് ശേഷം എനിക്ക് ഗാന്ധി ഭവൻ്റെ വൈസ് ചെയർമാനുമായിട്ട് ഗാന്ധി ഭവനിൽ പോകാനൊരു അവസരമുണ്ടായി. അങ്ങനെ ഞാൻ ഗാന്ധി ഭവനിലെ വൈസ് ചെയർമാനും നമ്മുടെ ഷാഹിദ കമാൽ മാഡം ഇവരുമായിട്ടെല്ലാം ഈ വിഷയത്തെപ്പറ്റി സംസാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നെടുമ്പന ഗാന്ധി ഭവനിൽ നിന്ന് പ്രസന്ന മാഡത്തെ വൈസ് ചെയർമാൻ ചുമതലപ്പെടുത്തുകയും പ്രസന്ന മാഡം ഇവിടെ വന്ന് എന്നെ ഫോൺ ചെയ്യുകയും ഇവിടെ വന്ന് കാര്യങ്ങളെല്ലാം അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ എന്നെ മൊബൈലിൽ മെസ്സേജ് ഇട്ടിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഞാൻ ഗാന്ധി ഭവനോട് സമീപത്തുള്ള 2 കിലോമീറ്ററിനകത്തുള്ള ഏരിയ ആണെന്ന് സാറിനോട് പറയുകയും സാറ് എന്നെ ഇന്നലെ രാവിലെ 10 മണിക്ക് വിളിച്ച് ഇന്നലെ എടുക്കാൻ വരുമെന്ന് പറഞ്ഞു. ഞാൻ സ്ഥലത്തില്ലായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നേക്ക് മാറ്റി ഇന്ന് 4 മണിക്ക് വന്ന് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ മനുഷ്യാവകാശ സംരക്ഷണ സംഘടനയുടെ വ്യക്തികളെല്ലാം ഇതിൽ ബന്ധപ്പെടുകയും കാരണം അവർ ഇതിനകത്ത് ഒരുപാട് എഫക്റ്റ് എടുത്തു. അതുപോലെ ഈ സമൂഹം നമ്മുടെ നാട്ടിലെ എല്ലാവരും കാരണം ഞാൻ ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രൂപ്പിലൊക്കെ മെസ്സേജ് ഇട്ടപ്പോൾ എന്നെ പലരും വിളിച്ച് ഇങ്ങോട്ട് അന്വേഷിക്കുകയും അവരിൽ നിന്ന് ഒരുപാട് പ്രചോദനം എനിക്ക് കിട്ടുകയുണ്ടായി. അതിൽ നിന്ന് വിളിച്ചവരെല്ലാം നിൽക്കുന്നവരെല്ലാം ഇതറിഞ്ഞ് എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും ഈ കാര്യങ്ങൾ എന്നോട് അന്വേഷിക്കുകയും ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ആൾക്കാരെല്ലാം ഇവിടെ വന്നുകൂടിയിരിക്കുന്നത്. അതിൽ അദ്ദേഹത്തെ ഇവിടുന്ന്
യാത്ര അയക്കുന്നതിന് വേണ്ടി വന്ന എല്ലാവരോടും എനിക്ക് നന്ദി. മോഹന്റെ തുടർ ചികിത്സയും ഏറ്റെടുത്തതായി ഗാന്ധിഭവൻ അധികൃതർ അറിയിച്ചു. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.